ഇന്ന് രാവിലെ തന്നെ നമ്മളെ ചങ്ക ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കൂ, ഇന്നാളേതായാലും കുറച്ച് സന്തോഷത്തിലാണ്. താടിയൊക്കെ വെട്ടിയിട്ട് കുറച്ച് സുന്ദരനായിക്കണു. ഏതായാലും കുറേ ദിവസത്തിന് ശേഷം നല്ല നാടൻ മത്തിയൊക്കെ മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മളെ റാസൽബായി സാമ്പാറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളെ കഫീലിൻ്റെ ഒരു വിസിറ്റിംഗ് ഉണ്ടായിരുന്നു കടയിൽ. അങ്ങനെ മൂപ്പരിൻ്റെ വണ്ടിയിൽ കയറ്റിയിട്ട് ഒരു സ്ഥലം കാണിച്ചു തരാറുങ്ങാണ്ട് കൊണ്ടുപോയി. ഇവിടെ അടുത്ത് തന്നെ ആളൊരു സ്ഥലം വാങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത് കാണിച്ചു തന്നിട്ട് കടയിലൊക്കെ എത്തി പണിക്കാരൊക്കെ വിസിറ്റ് ചെയ്തതിനു ശേഷം ആൾ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. സ്ഥലമും ഗ്രില്ല് ചെയ്ത് കഴിച്ചപ്പോഴേ നമ്മളെ കഫീനെല്ലാം സന്തോഷമായിരിക്കണു. ഏതായാലും നമ്മളെ ചങ്കിന് കുറച്ച് ചോറൊക്കെ കൊടുത്തിട്ട് കൂട്ടുകാരൻ പുറത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തുനിന്ന് ഏതായാലും വയറിങ്ങിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളെ അടുത്തുള്ളൊരു മലയാളിക്കാർക്ക് വന്നിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോയി. നമ്മളെ കുഞ്ഞാനിപ്പോൾ ഏതായാലും തെമ്മീസിൻ്റെ ഒരു അഡിക്റ്റായി മാറിയിരിക്കണു. നമ്മളെ ചങ്കുണ്ട്, ചങ്കിന് ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളെ ജാഫ്രിക്കാനെ കറി വെക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളെ സദീഖ് ഫുള്ളായിട്ട് ലീവാണ്. അവൻ്റെ കാരണം എനിക്കൊരു ചെറിയ പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റൽ കേസായിട്ട് ജിദ്ദീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആളെ സന്ദർശിക്കാൻ വേണ്ടി പോയതാണ്. കറിയൊക്കെ റെഡി ആയതിനു ശേഷം ഞങ്ങൾ മൗലൂദ് ഓതുന്നതിൻ്റെ അടക്കാണ് ആളെത്തിയത്. വരുന്ന വരവില് ഞങ്ങൾ പൊറാട്ടയും കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. സിദ്ദിഖാൻ്റെ ഒപ്പമാണ് സദീഖ് വന്നിട്ടുള്ളത്. അങ്ങനെ സിദ്ദിഖാനെ പിടിച്ചിരുത്തി മൗലൂദൊക്കെ ഓതിച്ചിട്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ട് പറഞ്ഞയച്ചു. അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. ഓക്കെ, ബൈ ബൈ.